ലോകത്തെ പഠിപ്പിച്ചത് മദീനയുടെ മണവാളനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളെ അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 7 തട്ടുകളാക്കി ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരുനാഗപ്പള്ളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ, അതെല്ലാം ആകാശം, അതെല്ലാം ആകാശം. ആകാശം അതിനപ്പുറത്താണ് ഈ കാണുന്നത്. മുണ്ടകത്തുറക്കുന്ന പണ്ഡിതന്മാര് പറയുന്നു, കാഴ്ചയുടെ അങ്ങേയറ്റം അതാണ്, അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത് ആകാശമല്ല, ആകാശലോകം അതിനപ്പുറത്താണ്. അപ്പൊ എത്ര അത്ഭുതമായിരിക്കും പ്രിയപ്പെട്ടവര്. അല്ലാഹു ചോദിക്കുന്നു, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ, 7 തട്ടുകളാക്കുക പടച്ചു വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ. ഖലഖ സബഅ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര്, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് നേരം വെളുക്കുന്നവര്, ചാറ്റിംഗ് നടത്തുന്നവര്, ലോകത്തിന്റെ മനപ്പതികളുടെ എണ്ണം പറയാൻ കരുത്ത് നേടിയ യുവത്തത്, ലോകത്തിലുള്ള സസ്യലതാദികളുടെ പച്ചലുകളുടെ എണ്ണം പറയാൻ കഴിവ് നേടിയ പ്രിയപ്പെട്ട യുവത്തത്, ഭൂമിയുടെ നീളവും വീതിയും അളവും പറയാൻ ആഴവും അളന്നിട്ട് പറയോ കമ്പ്യൂട്ടറിലൂടെ കഴിവ് നേടിയ യുവത്തത്, അല്ലാഹുവിനോട് ചോദിക്കുകയാ, ബുദ്ധി ലഭിച്ചിട്ടില്ലാത്തവര്. ശരീരാവിലും ആകാശലോകം കീഴടക്കിയപ്പോ കൈയടിച്ചു പോയ സമുദായമേ, ചന്ദ്രനും ചൊവ്വയും കീഴടക്കിയെന്ന് അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്ക് നിങ്ങളോട് ചോദിക്കുകയാ, ഞാൻ പടച്ചു വെച്ച, നിങ്ങളുടെ ഒരാളുടെയും സഹായമില്ലാതെ ഞാൻ പടച്ചു വെച്ച 7 തട്ടുകളാണ് പടച്ചു വെച്ച ആകാശമുണ്ടല്ലോ, അതിന് വല്ല അപാകതയുണ്ടോ എന്ന് പരിശോധിക്കടാ. അല്ലാഹുവാ പറയുന്നത്, നിന്റെ കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കടാ. ഭൂമികുലുക്കം വരുന്നതിന് മുമ്പ്, സുനാമി വരുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് അറിയിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ എവിടെ? പറന്നുപോയ ഫ്ലൈറ്റുകൾ എവിടെ? നിലത്തൂടെ പോയ തൊഴിലുകൾ എവിടെ? എല്ലാ കടലുകരയിലേക്ക് പടച്ചറബ് കൊണ്ടുവന്നപ്പോ ഒഴുകിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ. 2 പ്രാവശ്യം പരിശോധിച്ചു. തോറ്റ് തൊപ്പിയിട്ടുകൊണ്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പടച്ച ആകാശത്തിൽ അപാകതയുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്നിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? ലോജിക്ക്. അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും. എത്രയോ ചിന്തിക്കാൻ. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഒന്നെ അറിവത് ഫർലാമേ, ഒന്നാദനെ അറിവത് സുന്നത്താമേ. നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധം, അള്ളാഹയെ കുറിച്ച് പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാര് പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, സ്വാഭാവികമായും അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത്. അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് മൊബൈലുകളിലൂടെ പടച്ചുവിടുന്നത് എന്നത്. നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട്. ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ്. എന്താണെന്നറിയോ? പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചിറക്കുമായിരുന്നു. മക്ക പള്ളിയിൽ നടന്ന സംഭവം, അത്ഭുത സംഭവം. ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ. അപ്പൊ ജിബ്രീൽ വന്നു, വിളിച്ചുണർത്തി, മുണ്ടൊക്കെ എടുത്തുടിപ്പിച്ച് മദീനയെ ചാരിയിരുത്തി, മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. ഇത് 51 പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം. ഇത് കേൾക്കുമ്പോൾ അല്ലാഹു
അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോന്ന് ഇങ്ങനെ കൊടുക്കുക. അതുപോലെ 1000 അടിക്കുന്നു, 2000 അടിക്കുന്നു, 3000 അടിക്കുന്നു, ഇങ്ങനെ അടിച്ചിറക്കി ഇങ്ങനെ കൊടുക്കൽ തന്നെ. ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു. ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു. ഇന്ന് മെസ്സേജിന്റെ കാലമാണ്. മെസ്സേജ് അയച്ചിട്ട് പറയും 50 പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിത്തെറിച്ചില്ല. അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും. ഇന്നിപ്പോ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ പ്രവർത്തനം ഇറങ്ങി. എന്താണെന്നറിയോ? ഖുർആൻ ഓതാൻ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള് പാമ്പായി റംല, പാമ്പായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും. കാരണം ഉമ്മാമാരെ കയ്യിൽ ആദ്യം അത് കിട്ടുക. അവർ കണ്ട ഉടനെ മക്കളെ കണ്ടാ പാമ്പാവും. ഉമ്മ ഖുർആന്റെ വണ്ടയിലാ നിൽക്കണേ. മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റില്ല. ഇതാണോ ദീനിന്റെ പ്രചരണം? ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയച്ചു വിടുന്നത്. ഇന്നിപ്പോ അള്ളാഹു നമ്മൾ ആലോചിച്ചു നോക്കേ, റബ്ബിനെ കുറിച്ച് എന്തൊക്കെ ജൽപ്പനങ്ങളാണ്. ആപ്പിളിനകത്തല്ല, പേരയ്ക്കകത്തല്ല, കപ്പപ്പഴത്തിനകത്തല്ല, ഏത്തപ്പഴത്തിനകത്തല്ല. ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തു നിന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. ഏതൊക്കെ തരത്തിലാണ്. അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ. നമ്മൾ അതിനെന്താ ഓടുന്നില്ല. അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ. നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയുള്ളൂ. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഇന്ന് നമ്മളോട് പഠിപ്പിച്ച റസൂലുള്ള പറഞ്ഞ അല്ലാഹുവിനെ നമുക്കറിയില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ. അതല്ലാഹുവിന്റെ സിംഹാസനമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ്, ആപ്പിളിലും കപ്പപ്പഴത്തിലും അല്ല. അത് കാണാൻ വേണ്ടി മെനക്കെട്ട് കൊണ്ട അങ്ങനെ പലരും പറയും. പ്രിയപ്പെട്ടവരെ, ചില ഗൾഫിൽ നിന്ന് വരുന്നവരാ പ്രശ്നം. ഞാൻ അറബിയെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അള്ളാഹു ആകാശത്ത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് മൊബൈലിനകത്ത് ഒപ്പിയെടുത്തുകൊണ്ട് നാട്ടിൽ മൊത്തം കാണിക്കും. ആകാശത്ത് അള്ളാഹ് വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ട് പോയി. കാഞ്ഞിപ്പോഴും അടിയാലാക്കാരെ മോനെ സുഖാണോ? അറബിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ എങ്ങനെ കാണിക്കുക അള്ളാഹ് വന്നിട്ട് പോകുന്നത്. എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഈമാൻ കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായേൽ വരണമെന്ന് പറഞ്ഞവരെ കാസറ്റ് ഇറങ്ങി. ഭയങ്കര പേടിയായിരുന്നു. ദാത്തമാരെയൊക്കെ വിരട്ടി മച്ചാറങ്ങി കണ്ടാ മറ്റേ കാസറ്റ് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി. കാരണം എന്താ? അസ്രായേൽ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം. പാപ്പാരെ ചെരുപ്പ് വെട്ടി വീടുണ്ടാക്കി പിള്ളേർ സ്പീഡി ഇങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് വെച്ച് കൊണ്ട് നടക്കാം. അസ്രായേൽ ഇപ്പൊ അങ്ങനെ. അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേശിച്ചാൽ എപ്പോ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറക്കിയ നിലനിൽപ്പുണ്ടാവില്ല. എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും രക്ഷയില്ല. പ്രിയമുള്ളവരെ, അപ്പൊ ചിന്തിക്കേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കുക. ഏറ്റവും വലിയ ചിന്തകൾ മാറി മറിയുന്നത് ആരുടെ മനസ്സിലെന്നറിയോ? ഗൾഫുകാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മനസ്സിലാ. ഭർത്താവ് വിദേശ രാജ്യത്തല്ലോ, 2 വർഷം കഴിഞ്ഞല്ലോ വരൂ. 2 വർഷമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 24 മാസം എങ്ങനെയാ ചിലവഴിക്കുന്നത്? അങ്ങനെ രാത്രി അവിടെ നടന്ന് ചിന്തിക്കും. അപ്പൊ ഭർത്താവിന്റെ കോള് വരും. ഭർത്താവ് രാത്രി ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ രസമുള്ള പഞ്ചാര വാക്കല്ല നാട്ടിലുള്ള ഭാര്യയോട് പറയാനുള്ളത്. പിന്നെന്ത് പറയണം? എന്ത് വാക്ക് പറഞ്ഞാലും ഫോൺ വെക്കാൻ നേരത്ത് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചൊക്കെ ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാം. അല്ലാതെ ഞാനങ്ങ് പുറന്നു തോടി 1 വർഷം കൂടെ കഴിയട്ടെ എന്ന് ഞാൻ സ്വർണത്തിന്റെ വൈക്കലെടുത്തിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഇങ്ങനെ മനസ്സ് പിടിച്ചു നിർത്തിയിരുന്ന കെട്ടിയിട്ടിരുന്ന മനസ്സിങ്ങനെ ആടാൻ തുടങ്ങും. ചില മടയൻ ഭർത്താക്കന്മാരെങ്ങനെയാണ്? ഗൾഫിൽ പോയിട്ട് കൂട്ടുകാരോട് പറയും, എടാ എന്റെ വീട്ടിലൊന്ന് പോണേ, കുറച്ച് ഇഡോയും കുറച്ച് പിന്നെ വേറെ കുറെ പൊടിയും മാംഗോ പൊടിയും എല്ലാം കൂടി കൊടുത്തു വിടും. അതിന്റെ കൂട്ടത്തിൽ 10 ഗൾഫിന്റെ കാസറ്റ് കൊടുത്തു വിടും. എന്താ കാസറ്റ് എന്നറിയോ?
എന്താ കത്തുപാട്ടാ കൊടുത്തുവിടുക. അതില് ഇരഞ്ഞോളി മൂസ പാടുക. എന്താ എങ്ങനാ? അബുദാബിയിലുള്ളോരേ ഋതുകെട്ടി വന്നു കണ്ടോ കൈകോട്ടി. ഇതങ്ങോട്ട് കേൾക്കുമ്പോ അല്ലോ എന്റെ മറ്റാ പാടിക്കൊടുക്ക. ഇതിന്റെ കൂടെ നിങ്ങളറബി നാട്ടില് ഞാനും മോനും വീട്ടില് സബൂറാക്ക് 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 മോളെ. ഇതാ കൂട്ടുകാരന് കൊടുത്തേക്കാ എഴുതിന്ന് ഭർത്താവ് നട്ടല്ലെന്ന് പറഞ്ഞ സാധനമുണ്ട്. വേറെ ഒന്നുമില്ല പോത്തേക്കാൻ. ഓ ഇതിങ്ങനെ വാരിക്കെട്ടി കൊണ്ട് കൊടുക്കാനാ പറയാ. എവിടെ ഇവിടെ വിക്രം ചൊല്ലി കുതുബിയത്തും ഓതി സ്വലാത്തും ചൊല്ലി ഖുർആനും ഓതി മനസ്സിങ്ങനെ ഒതുക്കി 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 വെക്കാ. വേലൊക്കെ പോയി കേട്ട് കരഞ്ഞാമീൻ പറഞ്ഞു. അതിന്റെ കൂടെ ഞാനും മോളും വീട്ടില് നിങ്ങളറബി നാട്ടില്. ഇതാണ് അവിടെ കൊടുക്കാനുള്ളത്. നമ്മൾ ഓർക്കണം. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയാം, ഗൾഫുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതം ഗൾഫിൽ പൊലിഞ്ഞു പോവല്ലേ. എത്രയോ പാവപ്പെട്ട ഗൾഫുകാർ, ഒരൊറ്റ മജ്‌ലിസിലും ഞാൻ ഗൾഫുകാർക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നവരാണവർ, അത്രയ്ക്ക് ദുമ്പരപ്പെടുന്നവരാണവർ. അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് അല്ലാഹു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ. അവരെ ഭാര്യ മക്കളോടൊത്തുള്ള സന്തോഷം അല്ലാഹു അവർക്ക് നഷ്ടപ്പെടുത്തുന്നതിന് തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ നല്ലത് ചിന്തിക്കുക. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു പറയുന്നു, അവർക്ക് ഞാൻ കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് കാണാൻ പറഞ്ഞതല്ല അവർ കാണുന്നത് വളരെ മോശമാണ്. അവർ കാണുന്നത് വളരെ മോശമാണ്. മൊബൈലിലൂടെ മിന്നുമറയുന്ന ബ്ലൂ ഫിലിമുകള് കൂട്ടുകാരിൽ നിന്ന് സേവ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി തന്റെ മൊബൈലിലേക്ക് കടത്തിയിട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, കാണാൻ കഴിയുന്നതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളെ ഫോൺ പരിപാടി നടത്തുന്നു. മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ലോ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിളിക്കുന്നില്ലേ, തന്റെ ലവറിന് വേണ്ടി പാട്ട് ചോദിക്കുന്നില്ലേ. മുസ്ലിം ഉപ്പ പള്ളി നന്നാക്കാനും നാട് നന്നാക്കാനും വേണ്ടി ഞാനും നിങ്ങളും നടക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് പൊന്നുപോലെ ചാനലിലേക്ക് വിളിച്ചിട്ട് പറയുന്നതെന്തെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ലവറിന് വേണ്ടി പാട്ട് വേണമത്രേ. ഇഫമ്മിലൂടെ ചോദിക്കുന്നവര് അതുമാറി മുഴുവനും ഇപ്പൊ ചാനലിലൂടെയാണ് പാട്ട് ചോദിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ കേൾക്കാനും കാണാനും സമയം ചെലവഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സംഗീതം കേൾക്കാതെ ഉറക്കം വരാത്ത ചെറുപ്പക്കാരാ, ബൈക്കോടിക്കുമ്പോ ഇച്ചയ്ക്ക് ചെവിയിൽ വെച്ച് തലകുലിക്ക് പോകുന്ന പൊന്നുപോലെ മോർച്ചറിൽ നിന്ന് എടുക്കുമ്പോ ഇച്ചത്തിന്റെ ഒരു കഷണം ചെവിക്കകത്തിരുന്ന മയ്യത്തുകൾ പത്രത്തിലൂടെ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? എവിടെയാണ് മോനെ നീ ജീവിക്കുന്നത്? അല്ലാഹു എത്രയോ പേർക്ക് കണ്ണ് കൊടുത്തിട്ടില്ല, അല്ലാഹു എത്രയോ പേർക്ക് കാത് കൊടുത്തിട്ടില്ല, അല്ലാഹു എത്രയോ പേർക്ക് സംസാരശേഷി കൊടുത്തിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഒരു തന്നോയെങ്കിൽ അത് പണച്ചറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അത് അങ്ങനെ ചെയ്യുന്നവരാരാ? ഖുർആൻ നിർത്തുന്നില്ല, വിശദീകരിക്കുകയാ. അവര് മൃഗതുല്യരാണ്, അവര് മൃഗത്തോടെയാണ്. അതല്ലേ അല്ല, മൃഗം ചെയ്യുന്നതിനേക്കാൾ ക്രൂരത ചെയ്യുന്നവരാണ് അവരെന്ന് ഖുർആൻ പറയുമ്പോ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മൃഗം പോലും ചെയ്യാത്ത ക്രൂരഹത്യങ്ങളല്ലേ ഇന്ന് മുസ്ലിം സമുദായം അടക്കമുള്ള മനുഷ്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ജനങ്ങളിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ട ഏറ്റവും ഉത്തമരായ ഉത്കൃഷ്ടരായ സമുദായമാണ് നമ്മള്. നമ്മൾ കാരണം ഒരാളെ മനസ്സ് വേദനിക്കല്ലോ, നമ്മൾ കാരണം ഒരാൾ നമ്പരപ്പെടല്ലേ, നമ്മൾ ആരുടെയും കല്യാണം മുടക്കല്ലേ. കല്യാണം മുടക്കുകളുണ്ടോ ഇവിടെ? കൈവക്കാൻ പറഞ്ഞാൽ അത് അഭിമാനമാണ്. ഉണ്ട് സാർ,
കല്യാണം മുടക്കികൾ കുടിയന്മാർക്ക് പെണ്ണ് കിട്ടും, കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും പെണ്ണ് കിട്ടും, പലിശക്കാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പെണ്ണ് കിട്ടും, നല്ലവന്മാർക്കും ഇവിടെ പെണ്ണ് കിട്ടില്ല. എങ്ങനെയുണ്ട് ഇബ്രാഹിം കടമോൻ? ചായ കുടിച്ചിട്ട് മതി അല്ല, നിങ്ങൾ പറഞ്ഞില്ല, പറയാം. എന്താ എന്തൊരു പ്രശ്നമുണ്ടോ? അല്ല അവന്റെ ഈ മറ്റേ ഒരു മന്ദതയൊക്കെ മാറിയോ? മന്ദരൻ 10-20 കൊല്ലം ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഏത് ഹോസ്പിറ്റലിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. മാറിയെങ്കിൽ പയ്യും ഉഷാറാക്കും. അസുഖം അവൻ സെറ്റപ്പ്, അസുഖം മാറിയാൽ അവൻ ഉഷാർ. ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് പറയാ. നമ്മൾ ഓർത്തു നോക്കി, എല്ലാ അധികാരികൾക്കും പെണ്ണ് കിട്ടും, നല്ലവർക്ക് പെണ്ണ് കിട്ടാത്ത കാലം. അതുകൊണ്ട് കല്യാണം മുടക്കൽ വലിയ ഭവിഷ്യത്തായി നിൽക്കുക. എന്റെ സഹോദരങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. അത് തിരിഞ്ഞു തന്റെ നെഞ്ചിലേക്ക് വന്ന ആ നൊമ്പരങ്ങൾ അത്രമായി തറയ്ക്കുന്ന ദിവസവും കാത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു. രണ്ടിലേതെങ്കിലും ഒന്ന് ഉടനെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിച്ച ഒരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ, നരകം ഹറാമായതാക്കെന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. സഹാബികൾ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ കുല്ലു ഖരീബിൻ ഹയ്യിൻ സഹ്ലിൻ, നല്ല രസത്തോടെ അടുത്ത് മയത്തോടെ ഇടപഴകി സംസാരിക്കുന്ന സാധുവായ മനുഷ്യന് നരകം ഹറാം. ആരെയും വക്രബുദ്ധിയില്ലാതെ നശിപ്പിക്കാനില്ലാതെ കൽബ് നല്ല കൽബുള്ള ആ മനുഷ്യന് നരകം ഹറാമാണ്. ആ ഒരു ഹറാമിയത്ത്, നരകത്തിന്റെ നിഷിദ്ധത നമ്മൾ നേടിയെടുക്കും. അതിന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലോകത്തൊരു മനുഷ്യൻ പരിപൂർണമായ മനുഷ്യനായി മാറാൻ ഏറ്റവും നികൃഷ്ടമായ ജീവിയായിട്ട് അവൻ കാണുന്ന നായ ഉണ്ടല്ലോ, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞ നായ ഉണ്ടല്ലോ. വഴിയിൽ വെച്ചൊരു നായയെ കണ്ടാൽ ആരും അറിയാതെ കല്ലെടുത്തു പോകും, അത്രയ്ക്ക് വൃത്തികെട്ട ജീവിയാണ് നായ. ആ നായയിൽ നിന്നൊരു മനുഷ്യന് പഠിക്കാൻ പരിപൂർണമായ 10 കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാ. സൂഫി മണ്ഡലത്തിന്റെ രാജകുമാരനായി സന്തോഷത്തോടെ ജീവിച്ച, അല്ലാഹുവിനെ ഭയന്ന് വിറച്ചുകൊണ്ട് ലോകത്ത് പൊട്ടിക്കിടന്ന, ഒരുപാട് ഗുണപാഠ മുഅ്മിനീങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മൺമറന്നു പോരാ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശമുണ്ടല്ലോ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് മാറാൻ ഈ ഉപദേശങ്ങളെ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കണം. നായ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വെറുക്കുന്ന ജീവിയാണെങ്കിലും ഇന്ന് എല്ലാ വീടുകളിലും അതിനെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എല്ലാ വീടുകളിലും നായയെ സ്നേഹിച്ചു തുടങ്ങി. അമേരിക്കയിൽ നായയുടെ കുഞ്ഞിനെ പെണ്ണ് പ്രസവിച്ചു തുടങ്ങിയിരിക്കുന്നു. നായയെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് യാത്ര പോകുന്ന, കോടിക്കണക്കിന് രൂപയുടെ വാഹനത്തിൽ തന്റെ വളർത്തുനായെ അടുത്തിരുത്തിയിട്ട് തലോടിക്കൊണ്ടു പോകുന്ന, ഭർത്താവിന് ചാറ്റ ഭാര്യയും നായയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കാലം. മക്കളെ കുളിപ്പിക്കാൻ നേരമില്ലാത്ത ഉമ്മ രാവിലെ നായയുടെ പുറത്ത് വെള്ളം കോരിയൊഴിച്ച് ഓലത്തുമ്പത്തിയിരുന്നു ഏലാടും എന്റെ നായ്ക്കുട്ടി, അങ്ങനെ പാട്ടുപാടുന്ന കാലമാണ്. ആലോചിച്ച് നോക്കി, നായകളെ ഉമ്മമാരും ഉപ്പമാരും കുളിപ്പിക്കുന്നു. നായക്ക് 10,000 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുമ്പോ 5 രൂപയുടെ ഗുളികയ്ക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന നേരമില്ലാത്ത മക്കൾ ജീവിക്കുന്ന നാടായി കേരളം മാറുമ്പോ, നിങ്ങളെല്ലാവരും നായകളെ വളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം പറയും. മറിച്ച് ഞാനും നിങ്ങളും വെറുക്കുന്ന നായ പോലും നമ്മെ മനുഷ്യനാക്കാൻ 10 ഗുണപാഠം കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിന്റെ സ്വഭാവ രീതിയിൽ അതുണ്ടത്രേ. അതെങ്ങനെ ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയുമെന്ന്, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയുമെന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നായ നമ്മൾ നിസായിട്ട് കാണുന്നുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, വകൽബുഹും വാസിഖും ബിറായിഹി ബിൽ വസീബ് വലിത്തലഅത അലൈഹിന്ന വല്ലൈത മിൻഹും ബിറാറാ വലമുലൂത മിൻഹും റുബാ. ഈ സൂറത്തുൽ കഹ്ഫിന് പോലും ധാരാളം പ്രത്യേകതയുണ്ട്. അത് ഖുർആൻ രക്ഷയും ശിക്ഷയും എന്ന വിഷയത്തിൽ പറയാനുള്ളതാ. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാൻ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. സൂറത്തുൽ കഹ്ഫ് ഓതി എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ
ഉസ്താദ് ആകെ, ഇവിടുത്തെ ഉസ്താദ് ആകെ നിരാശയിലും പ്രയാസത്തിലുമാണ്. കളഞ്ഞിട്ട് പോടാന്ന് അല്ലാഹുവാണ്. എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞതാ, ഉസ്താദെ, കായംകുളത്തിൽ നിന്ന്, ആറാട്ടുപുഴയിൽ നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാത് കേൾക്കാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മഹലിൽപ്പെട്ട ഒരുപാട് വീടുകൾ ഇപ്പോഴും ഇതറിഞ്ഞിട്ടില്ലാത്ത പോലെ നടക്കാണ്. അതിൽ ചിലരൊക്കെ വലിയ ദീനീ പ്രവർത്തകരാന്ന് പറഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ ദീനാ നമ്മൾ വളർത്തുക? ആരുടെ ദീനാ നമ്മൾ വളർത്തുക? നമ്മുടെ മഹലിന്റെ മുറ്റത്ത് പള്ളിയുടെ കീഴിൽ ആ പാവപ്പെട്ട സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എത്ര മയത്തോടെ, എത്ര ഭംഗിയോടെ ഈ നാടിന്റെ കെട്ടുറപ്പിന്റെ കാര്യം പറഞ്ഞു. ആർക്കും ഇവിടെ സ്വാർത്ഥതയില്ല, അധികാരമോഹങ്ങളില്ല. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഓരോരുത്തർക്കും ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സംഘടന, എന്റെ ദീൻ, എന്റെ ഭാര്യ തലമറയ്ക്കുക, എന്റെ മക്കൾ സലാം പറഞ്ഞിട്ട് പോവുക, എന്റെ വീട് വളരെ റാഹത്തായിരിക്കുക, പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരോടെങ്കിലും അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയാം, അതോടുകൂടി കബൂലായെന്ന് തരേണ്ടതാണ്. എന്താ കരുതിയത്? ഇതാണോ ദീൻ? വഴിയിൽ കാണുന്നവരോട് അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ നിന്റെ ദീൻ തീരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ദീൻ തീരേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാ. അവർ മൈക്ക് കെട്ടി വെച്ച് പറയുന്ന മുഴുവൻ അള്ളാഹയെ കുറിച്ച്. നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ നാട്ടിൽ വേണ്ടേ? മനോഹരമായി പള്ളി, എത്ര ഭംഗി അത് കാണാൻ, എത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തു വെച്ചിരിക്കുക. അതിന്റെ കീഴിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകണം, ദാ കിടക്കണമെന്ന് പറഞ്ഞു. എന്തിനാ നമ്മൾ ഈ കിടന്ന് ത്യാഗം സഹിക്കാൻ പോവാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടു വന്നേ പറ്റൂ. ഞാനും നിങ്ങളും പിടിച്ച കൊമ്പാട് പുളികൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടുക്കല്ലേ. സംഘടനയുടെ നേതൃത്വം പറയുന്നത് മാത്രമാണ് ഹക്ക്, ബാക്കിയത് പ്രസ്ഥാനം പറയുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് ചവിട്ടിത്തേക്കുന്നു. ാരെയാണ് അബീരയുടെ മണവാറിനെ ചെയ്തെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും തന്റെ പുസ്തകത്തിലൂടെ 100-ലധികം പ്രാവശ്യം തന്റെ സ്വന്തം നേതാവിനെ ചെയ്തെന്ന് വിളിക്കുമ്പോ റസൂലുള്ളാഹിയെക്കാളും വലിയ നേതാവ് നമുക്ക് വന്നുപോയോ? ഹബീബിനെക്കാളും വലിയ പാപം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കിട്ടിപ്പോയോ? വേണ്ടതെന്താ? നല്ല ഭയത്തോടെ, ധർമ്മത്തോടെ, യഥാശോടെ വന്നിരുന്നില്ലാരെങ്കിൽ എവിടെയെങ്കിലും പോയി 10 വർഷത്തെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഞാൻ വലിയ ദീനുള്ളവനായിട്ടോ എന്ന് ചിന്തിച്ചുമോ? മോനക്കേട് വരുത്തിയിട്ടല്ലേ ഈ സമുദായത്തിൽ അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞ മലയാള പുസ്തകത്തിന് മാത്രം കെട്ടിയൊരുക്കി വെക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു ബാഹ്യാപ്പിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം നിങ്ങൾക്ക് കഴിയോ? റഷാദിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം കഴിയോ? കാരന്തോറും അർക്കസമക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, എപിയുടെയും ഇകെയുടെയും സ്ഥാപനങ്ങളോ, കൃഷ്ണയുടെ സ്ഥാപനങ്ങളോ, ആ സ്ഥാപനത്തിന്റെ ഉസ്താദുമാരോട് പഠിക്കുന്ന കിതാബടക്കി വെച്ചിരിക്കുന്ന ലൈബ്രറിയിൽ അകത്തേക്കൊന്ന് കടന്നു എന്നാൽ ഒരു വരി തെറ്റുകൂടാതെ വായിച്ചർത്ഥം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയില്ല. പിന്നെ ആരോ കിട്ടിയ മലയാള പുസ്തകമാണ് ഏറ്റവും വലിയ വേദമെന്ന് പറഞ്ഞ് തലയിൽ ചുമന്ന് ബാക്കിയുള്ള എല്ലാ ദീനിന്റെ പ്രവർത്തനങ്ങളും പുച്ഛിച്ചു തള്ളുന്നവരെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ, പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സ്വന്തം പള്ള വീർപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന നന്മയുടെ വാതായനങ്ങൾ നാട്ടിൽ പൊട്ടിക്കളിക്കുമ്പോ അതിനെ പെട്രോൾ വെച്ച് കത്തിക്കുന്ന ദുർഗുണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ളതാ. അത് ദീനിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നായ പഠിപ്പിച്ചു തരാ 10 കാര്യം. ഞാൻ പഠിപ്പിക്കല്ല, അത് പഠിപ്പിക്കല്ല. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പഠിച്ചോ. നമ്മുടെ വീടിന്റെ മുമ്പ് നിൽക്കുന്ന നായ, തെരുവ് നായ നമുക്ക് പറഞ്ഞു തരുന്നു 10 ഗുണപാഠം. അത് പഠിച്ചിട്ടെങ്കിലും നീ മനുഷ്യനാകുന്ന. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതുന്ന എത്ര പേരുണ്ട്? ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ പുണ്യമാണ്. അപകടത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് അവൻ അള്ളാഹു രക്ഷപ്പെടുത്തും. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലുണ്ടാകും. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. പെണ്ണുങ്ങളും ഓതണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോകണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയാൽ ഖുർആൻ തികയത്തില്ല. പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്ന് ഓതണം. വെള്ളിയാഴ്ച രാവ് അസ്ർ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹഫിന്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ളുഹറിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരിമാർ ഓതണം. ആണുങ്ങൾ ഓതണം. 12:30 മണിയാകുമ്പോ മിമ്പർ കയറി ഉസ്താദ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ അയാൾ തുടങ്ങിയതാ. അതുവരെ വെളിയിൽ നിന്നുകൊണ്ട് വാർത്താള പഠിക്കുക. അള്ളാഹുവെ നമ്മളെ പോയിട്ട് ബാക്കിയുള്ളൂ.
നീളത്തിന് നാക്കള്ള തന്നിട്ടുണ്ട്. 10 പേരെ കിട്ടിയാ പിന്നെ ഇതുപോലെ ഡകഡകാന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാ പറയുന്നറിയോ? എന്തൊക്കെയാ പറയാ? ഒരു സ്ഥലത്ത് ഞാനിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ 1.5 രൂപ ഒരു സ്പീക്കർ എടുത്തു വെച്ച് ഒരു പുക പോണ ഒരു ആംപ്ലിഫയർ എടുത്തു വെച്ച് ഒരാൾ പ്രസംഗിക്കാൻ 4 പേര് മുമ്പ് കേൾക്കാൻ വന്നിരിക്കണം. എന്തൊരു പ്രസംഗം അറിയോ? ഞാനിവിടെ പറയുന്നത് അങ്ങ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ബറാക് ഒബാമ കണ്ടുകൊണ്ടിരിക്കുകയാ. അത് അങ്ങേക്ക് അതല്ലേ ജോലി. ഇവന്റെ 1.5 ഒരു ആംപ്ലിഫയർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വാർത്താളം അടിക്കാൻ നമ്മൾ അമ്മോ സമ്മതിച്ചു കൊടുത്തേ കിട്ടും. താത്തമാരൊക്കെ കല്യാണത്തിന് പോയി 10 പേരെ കണ്ടാൽ പറയുന്ന അങ്ങ് തുടങ്ങിയുണ്ടല്ലോ. എന്റെ മച്ച എങ്ങനെയാ? എന്നും രാത്രി പിന്നെ ഇച്ചിരി പാല് കുടിക്കണം, ഇച്ചിരി മുട്ട പൊരിച്ചത് കുടിക്കണം, എല്ലാ ദിവസവും ഒന്നും കഴിക്കാറില്ല. പിന്നെ ഹോഴ്സാണ് എന്റെ മച്ച. ഒന്നും വേണ്ട, ഹോഴ്സ് വാങ്ങാം, വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ആടിന് വെള്ളം കൊടുക്കുന്നത്, മച്ച വരെ കുടിച്ചെടുക്കും. ഇതാണ് എന്റെ മച്ചാക്ക്. അപ്പൊ ഇങ്ങനെ താളം വിടാൻ അല്ലോ. അതുപോലെ നമ്മള് മോശമാണോ? സുബ്ഹാനല്ലാഹ്, നമ്മളും മിടുക്കരല്ലേ? നമ്മൾ ചില ആൾക്കാര് ഒരു സ്ഥലത്ത് ഇത്തിരി ആളെ കാണുമ്പോ ചില ചെറുപ്പക്കാർ എന്നിട്ട് പറയും, എന്നാലും നമ്മളവിടെ തന്നെ അത്ര പോരാ. കാരണം എന്താ? നമ്മളെക്കാളും വലിയ പരിപാടി ലോകത്താരും വെക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലാവും. അതുകൊണ്ട് വേറെ ഏത് സ്ഥലത്ത് അത്ര പറ്റൂല. ചിലപ്പോ അതിന്റെ ഇരട്ടി കാണും ആള്. എന്നാലും അങ്ങനെ പറയും. താളം വിടാൻ, സംസാരിക്കാൻ 10 പേരെ കിട്ടിയാൽ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അതുപോരാ സഹോദരങ്ങളെ, ആ രീതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നാൽ പോരാ. നമ്മൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ ഓതുക. വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് ഉസ്താദ് ഖുതുബ ചെയ്യുമ്പോ നിസ്കാരം തുടങ്ങുന്ന ചാടിക്കേറി നിസ്കരിച്ച് ഇറങ്ങി വരുന്നവന് ജുമഅ കിട്ടുമോ? ഇല്ല. ഖുതുബയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നവനല്ലാതെ ജുമഅ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ജുമഅ നിസ്കാരം കിടന്നിറങ്ങുമ്പോ ഉസ്താദ് എന്തെങ്കിലും നസീഹത്ത് പറഞ്ഞാൽ കേൾക്കാതിരിക്കോ? ഇല്ല. പക്ഷേ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓടുകയല്ലേ. സൂറത്തുൽ കഹ്ഫ് നേരമില്ലാത്ത സമുദായം ഇറങ്ങിയോടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ നമ്മൾ പറയുന്നതെന്താ? ഒരു സോഡ ഇറങ്ങി ഒഴിച്ചടെ പോയാ കടയിൽ വരിക. എല്ലാ ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് ഒറ്റ പോക്ക. വേറെ ഒന്നും പള്ളിയിൽ എന്ത് പൊതുയോഗം നടന്നാലെന്ത്, മതപ്രസംഗം നടന്നാലെന്ത്, കമ്മിറ്റി നടന്നാലെന്ത്, ഉസ്താനെ പിരിച്ചുവിട്ടാലെന്ത്, ഉസ്താനെ തിരിച്ചെടുത്താലെന്ത്, ഒരു പ്രശ്നം. അവനൊന്നും അറിയേണ്ട കാര്യം. അവന് മരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് നടക്കുന്ന കാര്യം ഉറപ്പാ. മിക്കവാറും അടക്കാൻ കിട്ടും. ഈ കണക്കിന് കവറിനകത്ത് കെട്ടിക്കുയിലാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ അടക്കാൻ കിട്ടും? 7-8 ദിവസമൊക്കെ അങ്ങനെ കിടന്നാൽ വല്ലാത്ത രംഗമാണ്. കൂട്ടുകാരനല്ലേ, കൂടെ കൊണ്ട് നടന്നവനല്ലേ. എത്ര സംഭവം ഇങ്ങനെ ലോകത്ത് അനേകായിരം സംഭവങ്ങൾ നടക്കാണ്. ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കാതിരിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ടതോടെ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ മഹാഭാരത യുദ്ധം കഴിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ ഇത്താഖ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അതേ ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയ യൂനിസസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താഖ എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല. ബന്ധുക്കൾക്ക് മനസ്സിലായില്ല. ആട്ടിയോടിച്ചു, നാട്ടുകാർ ആട്ടിയോടിച്ചു. അവസാനം തിരിച്ചു പോകാൻ കടക്കരയിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി വന്ന് കടിക്കുകയാ. തിരിച്ചു നോക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടിയിലിരുത്തി പാല് കൊടുത്തിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തുനായാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായെ കുറിച്ച് ക്രൈസ്തവ മതം പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നായിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള 10 കാര്യം പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമാണ്.
നമ്മൾ നായക്ക് നിങ്ങൾ ഒരു 10 ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവൻ ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കടിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും വാരിക്കേറ്റ് തോളത്തിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിനപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തി മുത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികളാരും വന്നില്ല. അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു, എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാണ്, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറെ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തിട്ട് ആടിപ്പോവും, അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹല്ല്, അവിടുത്തെ മഹദി സാഹിബ് പാവം സാധുവാണ്, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിലെ ഒരു സ്ഥലത്ത് ആദ്യം ഫസ്റ്റ് ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദമുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ സനതെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് റമദാനാണ്, ഫസ്റ്റ് ജോലിയാണ്. അപ്പൊ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നത്. അപ്പൊ ഞാൻ മഹദി സാഹിബിനോട് പറഞ്ഞു, അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്ന വല്ലൊക്കെ വെച്ചിരിക്കലാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ വിളിക്കണം, കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നതാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം. ശരി സാറേ. അങ്ങനെ 1:30 മണിയായപ്പോൾ മുമ്പിൽ വിളിക്കാൻ. ഞാൻ പറഞ്ഞു, 1:30 മണിയല്ലേ ഉള്ളൂ സാറേ, സാധനമെല്ലാം അവിടെ എത്തിക്കൊണ്ട് നമ്മൾ റെഡിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം 4 മണിക്ക് വിളിച്ചാൽ. നേരത്തെ ഞാൻ ഉദ്ദേശിച്ചതാ, 4 മണിക്ക് വിളിച്ചു. ശരി സാറേ, എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി തൂത്തി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് പാവപ്പെട്ട ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ പൊട്ടിയപ്പോഴാ പുള്ളി ഉണരുന്നത്. അല്ലാഹു അക്ബർ. പെട്ടെന്ന് എന്റെ ഫസ്റ്റ് നോമ്പ് ഡിഗ്രി എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പല്ലിയൊക്കെ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എവിടെ പോവാ? ഞാൻ പറഞ്ഞു, പല്ലി വെച്ചിട്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോ പല്ലി കഴിക്കാതെ കഴിക്കാം, പെട്ടെന്ന് വരും. അപ്പൊ അപ്പുറത്ത് ബാങ്ക് കഴിക്കാം. ഞാൻ പറഞ്ഞു, അവിടെ വാങ്ങി, അത് അവിടെ ഇല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി വിളിച്ചതാണ്. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കും, പെട്ടെന്ന് പല്ലി കഴിക്കാൻ പോകേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കുക. ഈ സഹോദരൻ, ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്നത്. അബ്ദുൽ കണ്ണെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗം കൂടി, സംശയമുള്ളവർക്ക് ഇനിയിപ്പോ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ചു മാത്രം സേവിക്കുക, കുറച്ചു മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്. മദീനയുടെ മണവാളന്റെ പൊന്നുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാവ് കൊണ്ടുവരികയാ. ഫാത്തിമ ോട് പറഞ്ഞു, ഫാത്തിമ, എത്രയോ ദിവസങ്ങളായി ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന, ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹദിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്നറിയോ, തന്റെ കൈ കൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നല്ലോ. അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആ ചിറ്റക്കൂടയുടെ അകത്തളത്തില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. ഉള്ളതിനോടുകൂടി തന്നെ അതിനൊന്നും നേരമില്ലാതെ മെനക്കെടാതെ സമയം കളയുന്ന പെണ്ണല്ല റസൂലുള്ളാഹിയുടെ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് അന്നത്തെ നാട്ടിൽ പത്തിരി എന്ന് നമുക്കിന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷണം ഉണ്ടാക്കുക.
അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് വിളമ്പി തന്നതോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ ഈ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിലൊന്ന് കൊണ്ടുപോട്ടെ. ജീവിതത്തിലാദ്യമായി ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായ ഈ ഭക്ഷണം ഞാൻ എന്റെ റസൂലിന് കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ നിറദീപത്തിന്റെ മുന്നിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു ചെല്ലുമ്പോ വഖാമ ഇലൈഹാ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയാ. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമാവിന്റെ കയ്യിലെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഈ ഫാത്തിമയുടെ കൈകൊണ്ടുണ്ടാക്കിയ പത്തിരിയാണ് നബിയേ, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എന്റെ മനസ്സിലൊരുക്കുന്നില്ല, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ നബിയേ അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പത്തിരി പുന്നാര നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ ഒരു ആഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി ഫാത്തിമ. ഒരാഹാര സാധനം ഞാൻ കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി ഫാത്തിമ. റസൂലുള്ളാഹിയുടെ വാഴക്കുളന്ന് പൊട്ടിക്കരഞ്ഞു പോയെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തെ കുറിച്ച് മോശമായി പറയുന്നു എന്റെ ചെറുപ്പക്കാർക്കൊരു അഭിപ്രായമുണ്ടല്ലോ. അഭിപ്രായം നിങ്ങൾ മാറ്റണം എന്നെനിക്ക് അഭിപ്രായമില്ല. എന്നെ ഒരു സംഘടനയിലും നിങ്ങൾ വാഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സംഘടനയുടെ പരിപാടിക്കും നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്ന, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്ന, എന്റെ റൂഹ് പിരിയുന്നത് ലോകത്തിന്റെ നാലുകളെ കുറിച്ച് ആവേശത്തോട് ആരുടെ മുന്നിലും പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എടുക്കണം. നിബിദിനത്തിന്റെ അന്ന് മാത്രം ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ള ആരാണ് ചോദിച്ച മുസ്ലിം സമുദായത്തിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളല്ല, മദീനയുടെ രാജകുമാർ നബി മുഹമ്മദ് മുസ്തഫ പച്ചില കഴിച്ചിട്ട് സഹാബത്ത് ആട് കാട്ടിക്കുന്ന പോലെ കാട്ടിച്ച ചരിത്രമുണ്ടല്ലോ. അത് പ്രഭാഷണത്തിന്റെ മുഞ്ചിന് വേണ്ടി പ്രാസംഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വഴിയോ നോടുന്നവരിൽ നിന്നൊക്കെ പണം പിരിച്ചിട്ട് എന്തിനാ നിബിദിന ചോറ് വെക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ വെച്ചുകൊടുത്താ പോരെ, നിന്നെ കൊണ്ട് കഴിയോക്കി വെച്ചു കൊടുത്താ പോരെ. വഴിയേറുന്ന അന്നന്റെയും ചേച്ചിയുടെയും മുമ്പ് കൈനീട്ടിയിട്ട് രസീതെഴുതി കൊടുത്തിട്ട് ചോറ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മേത്തന്മാർ ഇതിന്റെയാണ് പണിയുന്നവരെന്ന് മറ്റ് സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ പരിഹസിക്കുമ്പോ മദീനയുടെ മണവാളന്റെ മനസ്സ് വേദനിക്കുന്നു. നിന്റെ ഗുണമെടുക്കണോ, നമ്മുടെ ഗുണമെടുക്കണോ? നമ്മൾ ഒറ്റപ്പെട്ട വീടുണ്ടാക്കിയ പണമുണ്ടല്ലോ, ആ പണമെടുത്തിട്ട് എത്ര ചെറുത് ബിരിയാണി വേണമെങ്കിലും വെച്ചു കൊടുത്തോ. എന്നിട്ട് ആ ഒരു ദിവസം അങ്ങ് കഴിയുമ്പോ ഘോഷയാത്രക്കിടയിൽ കല്ല് കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ മറന്നു വീണവര് കേരളത്തിന്റെ അപമാനமான മുസ്ലിങ്ങളാ. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെയുള്ളവരെ വ്യക്തിയായിട്ട് ഞാനും നിങ്ങള് എന്തുമുതലാ മനസ്സിലാക്കി തുടങ്ങിയത്? വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലെന്ന് സ്നേഹിക്കുന്നവര് ഒരു 12 ഉണ്ടല്ലോ. ഒന്നാവുന്ന ഒരു കണ്ണീരാ. എന്നിട്ട് ഈമാനുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാം, ഈശത്തുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാം. അവര് 10-20 വയസ്സായ പെൺകുട്ടികളെ അണിയിച്ചൊരുക്ക റോഡിലൂടെ നടത്തില്ല.
അവർ 20-25 വയസ്സാണ് ചെറുപ്പക്കാര് സിനിമാറ്റിക് ഡാൻസ് പോലും തോക്കുന്ന രീതിയിലുള്ള ദഫ്മുട്ട് നടത്തുക. ബ്രേക്ക് ഡാൻസ് നിബിദിനത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, നിബിദിനത്തിന് ഒരു പാട്ടിടാ. ഒരു കൂടെ പോരുമോ? നബിയോട് ചോദിക്കാണ്, ഒരു പൂതന്നാ കൂടെ ഒരു നബിദിനത്തിന് നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ, റോഡുകളിൽ, വീടിന്റെ ജംഗ്ഷനുകൾ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നു നിന്നതൊക്കെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെയാണോ പ്രിയപ്പെടുത്താനുള്ളത്? നബിദിനം നിങ്ങൾ ആഘോഷിച്ചു, ഒരിക്കൽ ആഘോഷിക്കേണ്ട ഞാൻ പറയില്ല. പക്ഷെ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലാതെ അങ്ങ് അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കും. ഓരോ മഹലിലും അതിന്റെ അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഓരോ മഹലിലും വേണം, എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടു കൂടി വേണമായ പരിപാടി നടത്താൻ. ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നബിദിന ഘോഷയാത്രയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയപ്പെടാ, അടുത്തൊരു പള്ളിക്ക് ഒരുപാട് കാശുന്നാളിൽ വിടാ, ആ ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ മറ്റേ പാട്ട് ഏതുപാട്ടാ അതവിടെ നിങ്ങൾ കുപ്പിയാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാതെ, നിങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ കുട്ടും കുറ്റാണ്, ഞാനിപ്പത്തും പത്തുകാരാണ്, നിങ്ങൾ പോയി മയ്യത്താരാണ് മോനെ കളി അത് തന്നെ ഞാനും പറഞ്ഞു. അല്ലാണ്ടാവും ഈ കളി അപകടമാണ്. മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദഫ്മുട്ടിനും ഒക്കെ ഇതേ ഉള്ളൂ. നമുക്ക് എത്ര റഹ്മാൻ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിബിധങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എന്റെ ശബ്ദം ശ്രവിക്കും. പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോ ചില ആൾക്കാർ പറയും ഉസ്താദ് വാക്കവി സുന്നത്ത് ജമാഅത്തുകാരനല്ല. ആ ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ, അതിലെനിക്ക് ഒരു സങ്കടമില്ല. ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്. എന്റെ മുന്നിൽ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മളെന്താ കരുതിയത്? നമ്മളെന്താ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കരുതിയത്? ഒരു നിബിധനത്തിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. മദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം, അപ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് കിട്ടുക. അവിടെ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിൽ നിന്ന് വരുന്ന ഒരു നബിദിനാഘോഷം ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നലെ വരെ പള്ളി കയറാത്തവരും അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനുള്ള ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കരുത്. അള്ളാന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, കള്ളുകൂടിയ നബിദിനത്തിന്റെ അന്ന് നബിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടൂലേ ഉസ്താദേ എന്നാണ് സംശയം. എന്നാലും ഇതൊന്ന് നന്നാവണമെന്നല്ല, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല. എല്ലാ കുടിയന്മാരും വരട്ടെ എന്ന് അവർ പറഞ്ഞു. അത് മാറ്റിയിട്ട് വരാനല്ല പറയാ. ഞാൻ പറയുന്നത് അതേ ഉള്ളൂ പ്രിയപ്പെട്ട. എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്? അത്രയ്ക്ക് തല വെളിവില്ലാതായി പോയ നമ്മുടെ എന്തും മസ്താ നമ്മുടെ തലയിൽ പിശാച് പോലും വെച്ചെന്നത് ചിന്തിച്ചുകൂടെ നമുക്ക്? അടിസ്ഥാനപരമായ പ്രിയപ്പെട്ടവർ അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രംഗത്തിറങ്ങണം. പക്ഷേ അള്ളാന്റെ ഹബീബിനെ നോവിപ്പിക്കരുത്. അള്ളാന്റെ ഹബീബിന്റെ മനസ്സുകൊണ്ടാൽ പിന്നെ ആരെ പ്രീതിപ്പെടുത്താനാ ദീനിൽ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കരഞ്ഞ് മലക്കിറങ്ങിയില്ലേ? കുറെ ദിവസം വഹിയിറങ്ങാതിരുന്നതുകൊണ്ട് അന്ന് മനസ്സ് വേദനിക്കണ്ട നബിയേ. അന്നേ അല്ലാഹുവിന്റെ റസൂലേ, അന്നേ അല്ലാഹു വിടുന്നിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സമാധാനിപ്പിച്ചെങ്കിലേ ആ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കല്ലേ, ആ റസൂലുള്ളാഹിയെ സങ്കടപ്പെടുത്തല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പൊന്നാര നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ വരണോ? ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ?
കുത്തിത്തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് മമ്മി ഇറങ്ങി വരും. മമ്മി റെഡിയായോ? മോളൂട്ടം വരൂ. പണ്ട് പഴങ്കഞ്ഞി ഉരുട്ടി അടിച്ച വാപ്പാറ ചെറുമക്കളുടെ കാര്യമായി പറഞ്ഞു. ആ ഒരു അവസ്ഥയാ. അങ്ങനെയൊന്നും കഴിക്കേണ്ടതല്ല. ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും. ഭർത്താവ് ചോദിക്കും എന്തായാലും അവിടെ ഭക്ഷണം. അവിടെ ഭക്ഷണം ബുഫേ. നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. അതാണ് ബുഫേ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരുത്തണം. മര്യാദകൾ പിന്നെ ഈ രീതിയോട് മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് കുറഞ്ഞ ഭക്ഷണമാണ് നായയുടെ ഒന്നാമത്തെ സ്വഭാവം. ഭക്ഷണം ഒരുപാട് നായ കഴിക്കാറില്ല, കുറച്ച് കഴിക്കും. രണ്ടാമത്തത് കുറഞ്ഞ ഉറക്കമാണ്. നായ ഒരുപാട് ഉറങ്ങൂല. ഇന്നലെ ഉറക്കമൊഴിഞ്ഞെന്നും പറഞ്ഞ് പകല് മൊത്തം കിടന്ന് ഉറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങുന്ന നായ ഉണ്ടത് ഏതെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രമേ നായ. അതുകൊണ്ടാണ് ആ നായ എന്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാവൽ നിൽക്കണം. കാവൽ നിൽക്കുന്ന ആൾ ഉറങ്ങിയാൽ ഫസ്റ്റ് ആയിരിക്കും. നമ്മൾ കിടന്നുറങ്ങിയാൽ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയും. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കമാണ് അതിനുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങി കിടക്കുക ഒരു വീടിന്റെ മുമ്പ്, ഗേറ്റ് നിനക്ക് ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യനങ്ങോട്ട് ആ നഗരൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വെളിച്ചമൊക്കെ മാറുമ്പോ വീണ്ടും ഈ നായ വന്നിടം ഉറങ്ങുക. പെട്ടെന്ന് എടുത്തോണ്ട് ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം. ഇതേ ആവാവൂ ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാരണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്കുക? അനിയനുടുത്തം ഉണ്ടായിരിക്കും, ചേട്ടൻ രാവിലെ എടുക്കൊണ്ട് ഇറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദക്ക് കിടക്കുമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ രാത്രി ഇതെന്താ ജോലി? മര്യാദക്ക് എന്തെങ്കിലും ദിക്ർ പറയാനുണ്ട്, സലാത്തിൽ ആളൊന്നുമില്ല. രാത്രി ഉറക്കത്തിൽ എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങുന്ന വാർത്ത പിന്നെ ഇങ്ങനെ നിലവിളിച്ചില്ലെങ്കിൽ എടുത്തു തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്റേ ഉള്ളൂ. ഔദുബില്ലാഹി മിനക്കട്ട ശൈത്താനെ നിനക്കെന്തെങ്കിലും വന്നാൽ എനിക്കെന്തിരെ ചെയ്താൽ ഒറ്റ ഊതരം മൂടിക്കൊള്ളു. ശൈത്താൻ പോലും പരിസരത്ത് വരില്ല. രാത്രി ജോലി എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് തലയ്ക്ക് വിളിച്ച് വളരെ ജോലി ഇപ്പോ. അപ്പോ രാത്രികാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചെടുത്തിരുത്തിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂതു വഅഹ്യാ എന്ന മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ അറിയോ മോനെ? അറിയോ? എന്താ അവനറിയാം. അവന്റെ പേരെന്താ? അമാൻ. അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമോൻ അല്ലമാനാക്കട്ടെ, നല്ല മോനെ. അവ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്ർ ഞാനിപ്പോ ചോദിക്കട്ടെ. ഉമ്മ വെക്കണ അങ്ങനാണോ? അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായും ഉപ്പായും പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ അത് ശീലിക്കണം. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു റബ്ബേ. ഇതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ബൂം. ഇതാ മക്കൾക്ക്. ആദ്യത്തെ വാക്ക് കേട്ടില്ലെങ്കിൽ വാപ്പപ്പഴ കവാനെ കുതിക്ക് അടിക്കും, പച്ചപ്പള്ളാ. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം അതാ. പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനിത് കാണിച്ചു കൊടുക്കുക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറിന്നിട്ട് അവൻ പറയും ജീ ബൂബ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും. അച്ചുപോലെ അവർ ഒപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. എന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ച് ഔലിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പലരും ചിലപ്പോ ഓച്ചറവത്ത എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവില്ല, അംഗീകരിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ മനുഷ്യനെ കുറ്റം പറയാനാവല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നൗഷാദ് വാഗവി അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പാവപ്പെട്ടവനാണ്, അറിവില്ലാത്തവനാണ്. ഞാൻ അദ്ദേഹത്തെ വിലായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ്.
അദ്ദേഹം ഉറങ്ങിയിരുന്നത് എത്രയേറാ കണ്ടിരുന്നത്. അദ്ദേഹം രാപകലില്ലാതെ ഒരേ ഉറക്കമുറങ്ങിയിരുന്നത്. നിങ്ങൾ എത്ര പേരാ നിങ്ങൾ ഈ നാടിന്റെ അടുത്ത് കഴിയുന്നവരല്ലോ, നിങ്ങൾ എത്ര പേരാ കണ്ടിട്ടുള്ളത് ഔലിയാക്കന്മാര് സുഖസുഖത്തിൽ ഉറങ്ങിയിരുന്നത്? ലോകത്തിന്റെ വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനെന്ന ആത്മീയ തേജസ്സിന്റെ പ്രകാശം ആവാഹിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന സൂര്യപ്രകാശമേ, അല്ലാഹു ആ മഹാന്റെ ഹൃദയത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് പാവപ്പെട്ട അടിമകളായ സാധുക്കളായ കഴിവില്ലാത്തവരായ നമ്മുടെ മനസ്സിൽ അല്ലാഹു ഈമാൻ നിറയ്ക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 15 വർഷമാ ഒരു പൂവ കണ്ണടയ്ക്കാറ്, രാവും പകലും ഒരുപോലെ കണ്ണടയ്ക്കാറ് ജീവിച്ചത് 15 വർഷമാ. അവരുടെ പാറ പിൻപറ്റാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാ, അവരൊക്കെ മസ്ത് കാണിച്ചു പോയവരാ. അതുകൊണ്ട് നമ്മൾ ഉറക്കമിടിയണമെന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ തലച്ചറബ് അനുഗ്രഹമായി എടുത്തു പറയുമ്പോ, ശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഉറക്കമാണ് ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് വരുത്തി തീർക്കല്ലേ, ആവശ്യത്തിലുള്ള ഉറക്കമല്ലേ. ഇന്ന് ഡോക്ടർമാര് ശാസ്ത്രലോകത്തിന്റെ മാനം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് 6 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട. സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ 9 മണിയായാലും 10 മണിയായാലും എഴുന്നേക്കാതെ കവളിന് കിടന്നുറങ്ങുന്നവരെ എന്തോരവസ്ഥയാ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറഞ്ഞതെന്തെന്നറിയോ? കൈഫ അസ്ബഹതു യാ ശൈഖീ, എങ്ങനെയുണ്ട് ഉസ്താദേ ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ വലിയ ഖവാനി മുഫാരിഖാ ولكأس المنية شاربا ولسوء أماني ملاقيا. ലക്ഷക്കണക്കാർ ഹദീസ് മനപ്പാഠമാക്കിയ ശാഫിഈ ഇമാം ലോകത്തോട് പറയുന്നു, ഞാൻ ഇന്ന് തന്നെ മരിക്കാൻ പോവാണ്, അസ്റായീൽ ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് വലിസൂഇ അഅ്മാലി മുലാഖിയാ, എന്റെ ഖബറിന്റെ അകത്ത് എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഞാൻ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞതാരാ? 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കിയ ശാഫിഈ ഇമാം, 8ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ശാഫിഈ ഇമാം, ലക്ഷക്കണക്കാരെ ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം പറയുന്നത്, ഞാൻ ചെയ്തു പോയ തിന്മകളിന്റെ ഖബറിന്റെ അകത്ത് എന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം ലോകത്ത് ഇറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ. നമ്മളോ സിനിമ കണ്ട് ഉറങ്ങി പോകുന്നവര്, പാത്രത്തിലെ തുടങ്ങി പോകുന്നവര്, ഹോം തിയേറ്ററിന്റെ ശബ്ദം കേട്ട് തുറങ്ങുന്നവര്, അതുപോലത്തെ കയ്യിൽ വെച്ചുകൊണ്ടറിയാതെ മയങ്ങുന്നവര്, എത്രയോ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല. തിരുവനന്തപുരം വള്ളക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം വിൽക്കാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ. അടുത്ത ആഴ്ചത്തെ മണവാളക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേക്കുന്നില്ല. ഉമ്മ പോയി വിളിക്കുന്നു, ഓണപ്പുറപ്പുറ പോയി വിളിക്കുന്നു, ചലനമില്ല. തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോ തന്റെ മകനകത്ത് തളർന്നു കിടക്കാണ്, ചേന് കറങ്ങിക്കൊണ്ടിരിക്കാണ്, വിളിച്ചിട്ട് അനങ്ങുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ്. പ്രായം
നടക്കുന്നവരുടെ കഥയല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവത്വമേ, ഇതാ ഒരാഴ്ച പേര് കഴിയുമ്പോ സമുദായത്തിന് മാത്രം സമ്മാനമായി തന്ന പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിൽ എത്തുകയാ. ആ റമളാന്റെ രാത്രി എങ്ങനെയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തെ റമളാൻ ഒരു 17-ാം രാവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം റമളാന്റെ 17-ാം രാവിലെ നടന്നത്. അത് കാണാ എത്ര ചെറുപ്പക്കാരാ പോയത്. ഒരു ശതമാനവനാണ് പ്രസംഗിച്ചത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ റമളാൻ മാസമല്ലേ ഇത്രത്തോളം കാര്യമായി സമ്മാനിക്കുന്ന റമളാൻ നിനക്ക് ഇത്ര ചെറുതായി പോയോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ? എത്രയോ കൂട്ടുകാർ റമളാൻ കിട്ടാതെ മരണപ്പെട്ടത്. ഇന്നലെ പറഞ്ഞില്ലേ അൻസാബിന് വേണ്ടി ദുആ ചെയ്യാ, നിസാബിന് വേണ്ടി ദുആ ചെയ്യാ. എത്രയോ കൂട്ടുകാരുടെ പേരാണ് ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ അകത്തുള്ളതെന്നറിയോ? അവരൊക്കെ റമളാൻ പോയില്ലേ, അവർ റമളാനും കാത്തിരുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയാ, കളിയും ചിരിയും അവസാനിപ്പിക്കാറുള്ള നേരമായി പ്രിയപ്പെട്ടവരെ, ഉത്സവപ്പറമ്പിൽ രാത്രികാലത്ത് പോയി ഉറക്കമറിയുന്ന ആ സമയങ്ങളെ മാറ്റി വെക്കാം. സമയമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമറിയ ഒരുമിച്ച് വന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതുകൊണ്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാ, ഈ കല്ലെറിഞ്ഞോടിക്കുന്ന നായ ഉണ്ടല്ലോ, ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല, ഉറക്കം കുറഞ്ഞ ജീവിയാ. അതുകൊണ്ട് നീയും അത് ശീലിച്ചോ. വളരെ കുറഞ്ഞ ഉറക്കം മാത്രം എതിരെടുത്ത് ആ പാവരാ സമയത്ത് സുജൂദ് ചെയ്യുന്ന ഈമാനുള്ള കരുത്തുറ്റ മനസ്സ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. അത് പാപ്പമാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഉമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. പാവരാ സമയത്തെ ഇബാദത്തിലേക്ക് എന്റെ സഹോദരങ്ങളെ മടങ്ങി വരണേ. ബഹുമാനപ്പെട്ട അത്താവശ്യമില്ലാവുണ്ട് തന്റെ ഇവത്തെ സമയത്ത് ഭാര്യയുടെ കിടക്കറയിൽ ഭാര്യയ്ക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ സുഖം വേണ്ടി എഴുന്നേറ്റ് വരുമ്പോ ഭാര്യ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകളോളം സുന്നത്ത് നിസ്കരിച്ച് ഒരുപാട് സമയം ദുആ ചെയ്തിട്ട് കിടക്കാൻ വന്നവരല്ലേ നിങ്ങള്? പിന്നെ എന്തിനാ വീണ്ടും പോയി ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹുവിന്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്ന രാത്രികള് എന്റെ അല്ലാഹ് കൊടുക്കണ്ട. പിന്നെ നമ്മളെ കണ്ണ് മരണത്തോടുകൂടി തിരുമിയടച്ച പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് മനുഷ്യനെ കാണാൻ വേണ്ടി ആ കണ്ണുകൾ നമ്മൾ തുറക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് പ്രിയപ്പെട്ടവര് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നു നിൽക്കാ, എന്നിട്ട് സുജൂദ് ചെയ്യാ, എന്നിട്ട് നിസ്കരിക്കാ, എന്നിട്ട് സലാത്ത് ചെയ്യാ. മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, ലക്ഷക്കണക്കാറ് സ്വലാത്ത് ഇതിലും ചൊല്ലിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടരെ, പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലി പോകാറുന്നു. സമയക്കുറവാണ്, വിശദീകരിക്കുന്നില്ല. ഹസൻ ബസരി റളിയല്ലാഹു തആല ഈ സമുദായത്തിനോട് പറയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്താ? നാളെയിൽ നിന്ന് മനുഷ്യൻ പഠിക്കാനുള്ള മൂന്നാമത്തെ ഗുണപാഠം ആ നായക്ക് അല്ലാഹു അഹങ്കാരം കൊടുത്തിട്ടില്ല. അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ നായകൾക്കില്ല. നിങ്ങൾ പറയും പോലീസ് നായക്കുണ്ടല്ലോ സാറേ. ഇല്ല, പോലീസ് നായ ഉള്ളവർക്കാണ് അഹങ്കാരം, പോലീസ് നായക്ക് അഹങ്കാരം ഇല്ല. പോലീസ് നായ AC ഇട്ട വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായല്ല, മനുഷ്യനാണ്. അതിനെ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. നായക്ക് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? ഒരു വാക്കിൽ
പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ട് പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ? പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാൾ പെട്ടെന്ന് ഒരു ബൈക്ക് ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് ചെവിടടച്ച് കണ്ണുടച്ച് എനിക്ക് കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കിൽ ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞ് വണ്ടിയൊക്കെ നിന്നു. അപ്പൊ നമ്മൾ പറയും, ഓ സ്നാരാക്കാടെ മോന്റെ ഒരു ഭാഗ്യം, ഓ ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് പൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ട്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടതാണ്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീഴാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും ഇവൻ ബൈക്ക് കൊണ്ടുപോയി വീഴാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചൊടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. നാളെ പൊട്ടൂല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് ഇട്ട് കൊടുത്തത് അവിടെ പൊടിയായി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാ, ഞാൻ ഭയങ്കര ബൈക്ക് റൈസിംഗ് കണ്ടോ, സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കയറി കൊടുത്തത് അവിടെ പഠിച്ചെടുത്തുകൊണ്ട് വരാൻ പൊട്ടി. ഇത് വെറുതെ പറഞ്ഞതല്ല, അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പണിയത. ആരഹങ്കരിക്കുന്നുവോ അവരെ അല്ലാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായിക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത് ആ നായക്ക് അനന്തര സ്വത്തില്ല. ആ നായ മരണപ്പെട്ടാൽ മക്കൾ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായ്ക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചിലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിലാവരുത്. അതാണ് ഈ നാലാമത്തെ നിന്നും പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്തെ എല്ലാവരും നോക്കുന്നു. മകനടുത്ത് നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. മോനെ, ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. മോനേന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാൻ വാപ്പ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാരും പറഞ്ഞടാ 10 രൂപ എവിടെ കൊടുക്കാനാ പറയണടാ വനായ എൻ്റെ അടുത്ത്. മോൻ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞ. പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 5 രൂപയ്ക്കാ, നീ 10 രൂപയ്ക്ക് കൊടുക്കണോ? വാപ്പ കൊടുത്തുകൊണ്ടിരുന്നത് 5-നാ, അത് നഷ്ടമായി പോയി മോനെ. വാപ്പ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ 10-ന് കൊടുക്കണതാ നല്ലത്. ശരിക്കും റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂ എന്നാ വാപ്പ കൊടുത്തേ. ആലോചിച്ച് നോക്കി, മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെല്ലാം കിട്ടുള്ളൂ. ഒരു വാപ്പ മരിക്കാൻ കിടക്കും. ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ, 3 പേരാണ്. മക്കളോട് വാപ്പ പറയാ അവസാന ആഗ്രഹം 10,000 രൂപ വെച്ച് എന്നെ കഫൻ തുണിയിൽ വെക്കും. അവര് പറഞ്ഞു 10,000 രൂപ. എല്ലാരും കൂടി ആലോചിച്ചു. ശരി, എല്ലാവർക്കും സംശയം എടുത്തടാ 10,000 രൂപ. എന്നാലും വാപ്പ ചോദിച്ചാൽ എത്ര പൈസ അന്ന് ചെലവഴിച്ചു. 10,000 രൂപ കിട്ടും വാപ്പാടെ കഫൻ തുണിയിൽ വെച്ചു കൊടുക്കേണ്ടി. ഡോക്ടർ വന്ന് വെച്ചു, എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു. വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്ത്, എത്രന്റെ ചെക്കാ? നിങ്ങൾ വിചാരിക്കും 10,000-ന്റെ നല്ല, 30,000-ന്റെ ചെക്ക. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് വാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 എടുത്ത് വക്കീൽ ബാങ്കിനകത്ത് എടുത്ത് പറഞ്ഞു, വാപ്പാക്ക് ആവശ്യമുള്ളപ്പോൾ ബാങ്കിൽ കൊടുത്തിട്ട് പാവല്ലേ. കൈ വിട്ടുപോകാൻ വാപ്പാടെ ഗുണം 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാട്ടം തള്ളിക്കളയുന്ന അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്ത് നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അനന്തര സ്വത്തില്ല, നായക്ക് അനന്തര സ്വത്തില്ല. അനന്തര സ്വത്തില്ലാതെ ലോകത്ത് മരണപ്പെട്ടു പോയവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബിവര്യന്മാരെ അവര് മരണപ്പെടുമ്പോ അവരുടെ സ്വത്തുക്കളുടെ അനന്തരം എടുത്തു കൊടുക്കാൻ കോടികൾ ആർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് സ്വത്തുക്കളുമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മക്കളിലേറാണിയെന്ന് ഷഹീറ മണിവിളക്ക് ഭീനിയെന്നും നിസീബ മുത്തുനിബിയെ മാണിക്യ
കരീന്റെ നാമം ഖദീജ മൻസൂഖ മഹബൂബ മൻസൂഖ മൻസൂഖ മഹബൂബ മൻസൂഖ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ടവളാണ് ഖദീജ. ഒരു മുത്തുമാലയാണ് പെണ്ണുപോൽ കടന്നിലും കൊടുത്തത്. അനന്തരസത്തായിട്ടൊന്നുമില്ല. അങ്ങനെ നൂറുകണക്കാറ് സഹാബത്തിന്റെ കഥ പറയാനുണ്ട്. ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പൊന്നാന നിബിധങ്ങൾ തന്റെ പ്രിയപ്പെട്ട മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ 7 ദിർഹം, മറ്റൊരഭിപ്രായത്തിൽ 6 ദിർഹം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആയിഷ. അസ്റായീൽ വരുന്നതിന് മുമ്പ് അതിന് നീ ചിലവഴിച്ചോ ആയിഷ. ആ പണത്തിന്റെ കാര്യമോർത്തുകൊണ്ട് മാറി എനിക്കൊരു ഈ ദുരൂഹമായിട്ട് എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് അത് സുരക്ഷതയാ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനിയാറുകളാണ് ഞാനും നിങ്ങൾ. മക്കൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കുടുംബത്തിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരിക്കൂട്ടി വെക്കുന്നവര് ഇവിടെ, വാരിക്കൂട്ടി വെച്ചവരിവിടെ, സ്വർണ്ണത്തലയിൽ കിടന്നിറങ്ങിയുന്നവരിവിടെ, രാജകുമാരന്മാരെ പോലെ ജീവിച്ചിരുന്നവരിവിടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പണം വരുമ്പോ, പവർ വരുമ്പോ, തന്തേരം വരുമ്പോ, വില കൂടിയ വാഹനം കയ്യിൽ വരുമ്പോ എല്ലാം മറന്നുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുമല്ലോ. അതുപോലെ ജീവിച്ച തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കടയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നല്ല സൗന്ദര്യമാണ് കാണാ, നല്ല ആരോഗ്യമാണ് പ്രിയപ്പെട്ടവര്, അവസാനം മരിച്ചു കിടന്നപ്പോ ഒരു 3 കഫം തുണിയുടെ ഒരു തുണിയെ 3ആയിട്ട് മുറിച്ച പൊളിഞ്ഞെടുക്കാൻ പറ്റുന്ന ശരീരം മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു 4.5 വർഷം കിഡ്നിയുടെ തകരാറ് കൊടുത്തു. ആ സഹോദരന്റെ ശരീരം എരിഞ്ഞടങ്ങിപ്പോ. അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുപോലെ യുവത്വമേ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ നേരമില്ലാതെ ശരീരത്തിന് പിന്നാലെ പറക്കുമ്പോഴുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ, റമളാനാഘോഷം അങ്ങനെ മാത്രമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റമളാനാഘോഷത്തെ കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയിലൊന്നും പറഞ്ഞു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന അത്തക്കുളങ്ങര പള്ളിയുടെ പരിസരത്തുള്ള 100 കണക്കായ ചെറുപ്പക്കാർ ഇന്ന് ജുമയ്ക്ക് പോയപ്പോഴും ചോദിച്ചതാ, ഉസ്താദേ അടുത്ത ആഴ്ച വന്നിട്ട് മടങ്ങിപ്പോയല്ല, ഇവിടെ തന്നെ നിൽക്കോ, റമളാനാണല്ലോ, 30 ദിവസമാ നാട്ടിലുള്ള എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ രാത്രിയും പകലും ഞാൻ കൊടുക്കാറ്. കാര്യമുണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ വീരുന്നുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ അണിനിരന്നല്ലേ പറ്റൂ. തിരുവനന്തപുരമല്ലേ പ്രിയപ്പെട്ടവര്, കഞ്ചാവേട്ടയിൽ പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കോടതിയിൽ പോകുന്ന കൂട്ടുകാർ തോളത്ത് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ശരിയും കറിയും തമാശയുമായി കണ്ണുകൂടിയാൻ നടക്കൂല. കഴിഞ്ഞ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. പിന്നെയോ റമളാൻ കഴിഞ്ഞിട്ട് 2.5 മാസം വരെ ഒരു വഖത്ത് നിസ്കാരം പോലും കലാകാർ കൃത്യമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരനെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി, കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്നെ നന്നാവാൻ ഇവന്മാർ സമ്മതിക്കൂല, ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചു ഉസ്താദേ, ജീവിതത്തിൽ ഞാൻ നിർത്തിവെച്ചു പോയ 7 മാസം കൊണ്ട് തൊടുവില്ലാന്ന് പറഞ്ഞു പോയ റമളാനിന്റെ 27 ആവടക്കമുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ തീരുമാനമെടുത്തോടെ കണ്ണുണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഇന്നലെ കുറിച്ച ഉസ്താദേ എന്നെ എന്റെ കൂട്ടുകാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിലേക്ക് മയങ്ങിപ്പോയ, പെണ്ണിലേക്ക് മയങ്ങിപ്പോയ, സിനിമയിലേക്ക് മടങ്ങിപ്പോയ, ഉത്സവത്തിലേക്ക് മയങ്ങിപ്പോയ, മയക്കുമരുന്നിലേക്ക് വിളിച്ചുപോയ സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഇനി ഇസ്ലാമിന് പിരിച്ചു കിട്ടാനുള്ള പാടാ. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന യുവത്വമേ, കൈവിട്ടുകളല്ലേ, കരുത്താറയുമാണ് ആർജവത്തോ
ഇനി നമുക്കുള്ളതാ ആവേശത്തോടെ ചങ്കുറപ്പോടെ ചങ്ങൂറ്റത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ കിടന്ന് മരിച്ചാലും വിശുദ്ധുള്ള ഈ പറഞ്ഞുകൊണ്ട് മരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയണം പോക്കത്തിനകത്ത് കിടക്കുന്ന കാമുകിയുടെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരാവല്ലേ. സിനിമാ നടന്മാരുടെ ഫ്ലക്സുബോർഡ് വീടിന്റെ പുരയിടത്തിലുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെതായ നിന്റെ ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ഭാരമുള്ള പേര് വെച്ചിട്ട് ആ സിനിമാശയെ നടക്കുന്ന ചെറുപ്പക്കാര. അഞ്ചാമത്തെ കാര്യം, അത് കനാത്ത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടില്ല. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടില്ല. നായയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല. മെത്തേലേ കിടക്കൂ, കട്ടിലേ കിടക്കൂ, അങ്ങനെയൊന്നും. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാഹ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. മാത്രമല്ല, അള്ളാന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉത്തമ സ്വഭാവ ഗുണമാണ് അൽ ഖനാഅത്തു എന്ന്. ഉള്ളത് കൊണ്ട് അള്ളാഹു തന്നത്. അള്ളാഹു തന്ന വീട്, അള്ളാഹു തന്ന വസ്ത്രം, അള്ളാഹു തന്ന വാഹനം, അതിൽ അള്ളാഹു നമ്മുടെ കഴിവിനനുസരിച്ച് തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. ആർത്തിനോത്തുകൊണ്ട് അപകടത്തിന്റെ കുഴിയിലേക്ക് ചെന്ന് വീടരുത്. ഹറാമത്തെ സ്വഭാവ ഗുണം ഭക്ഷണം കിട്ടുന്നത് വരെ കൊടുക്കുന്ന യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മിസ്കീന്റെ സ്വഭാവമാണ്. നമ്മുടെ കയ്യിൽ ഒരു നായ്ക്ക് കൊടുക്കാൻ ഒരു എല്ലും കഷ്ണമുണ്ട്. അത് ആ നായയുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ആ നായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് ഇട്ട് കൊടുക്കുന്നത് വരെ. ഇതൊരു മിസ്കീന്റെ സ്വഭാവമാണ്. എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണ ഏഴാമത്തെ സ്വഭാവ ഗുണം നായയുടെ യജമാനൻ നായയെ അടിച്ചതുകൊണ്ട് യജമാനനോട് കോപം കാണിക്കാത്ത ലോകത്തുള്ള ഒരേ ഒരു ജീവി നായയാണ്. യജമാനൻ അടിച്ചാൽ യജമാനനോട് ദേഷ്യം കാണിക്കുകയില്ല. എത്രയോ നായകളെ വീടിന്റെ മുതലാളി അടിക്കുന്നു, ആ വീട് കാവൽ ഏറ്റെടുത്ത നായ വീണ്ടും ആ വീട് കാവൽ വേണ്ടി ഇറങ്ങി ഓടിയാൽ എന്ത് ചെയ്യൂല. നമ്മൾ ഈ സ്വഭാവ ഗുണം എടുക്കണം. അള്ളാഹു ചിലപ്പോഴൊക്കെ നമുക്ക് അടിതരും. അള്ളാഹു ചിലപ്പോൾ നമുക്ക് അടിതരും. നമ്മൾ തിരിച്ച് റബ്ബിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു താല നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. നമ്മൾ കാണിച്ചു വെക്കുന്നതല്ലേ ഈ ദുനിയാവ് നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു വെച്ചു, അതൊക്കെ തിരിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അവരെ അള്ളാഹു നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നിസ്കാരം നിർത്തി, നോമ്പ് പിടി നിർത്തി, എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, എനിക്ക് അള്ളാഹു ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. എട്ടാമത്തത്, ഒരു സ്ഥലത്ത് നിൽക്കാൻ തീരെ നിവർത്തിയില്ലാതെ വന്നെങ്കിൽ നായ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ എറിഞ്ഞും അടിച്ചും ഒക്കെ ജനങ്ങൾ ഓടിച്ചാലും വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും. എന്നിട്ടും വീണ്ടും ജനങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ ആ നാട് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇത് നമ്മുടെ ഉസ്താദുമാർ കൂടി പാഠമാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഒരു പള്ളിയിൽ ഖതീബായിട്ട് ചെന്നു. എല്ലാവരും ഇപ്പൊ എല്ലാ ഉസ്താദന്മാരെ കുറിച്ച് നല്ലതൊന്നും പറയില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോ അത് ആ മഹലിന് വലിയ നഷ്ടമായിരിക്കും. തീരെ മനസ്സുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്നിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഉസ്താദന്മാർ വരട്ടെ, എനിക്ക് വേറെ ചെറിയ സ്ഥലത്തേക്ക് പോകാം, അസ്സലാമു അലൈക്കും, അങ്ങനെ പോവാം. നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം. നമ്മളും അങ്ങനെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കുന്നു, ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ വേറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വെക്കും, അതങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒൻപതാമത്, രാത്രി നായയ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിൽ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാ, വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായയ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ
ഒരു മുറുമുറുപ്പുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ഞരങ്ങലുമില്ലാതെ കഴിഞ്ഞുകൂട്ടി. നമ്മളാണെങ്കിലും യാത്ര പോവാൻ നേരത്ത്, ഞാനും എന്റെ ഭാര്യയും കൂടെ യാത്ര പോവാൻ നേരത്ത് അമ്മായി പറയാം, മോനെ തിരിച്ചു വരുമ്പോ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചോണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം കഴിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു വന്നപ്പോഴാ ഓർക്കണം, അല്ലോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചില്ല.